الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം വിശദീകരിച്ചത് സലാസത്തുൽ ഉസൂൽ, 3 അടിസ്ഥാന തത്വങ്ങൾ എന്ന ഗ്രന്ഥത്തിന്റെ ആമുഖമായിരുന്നു. ആ ആമുഖത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. 4 കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിച്ചത്. ഒന്നാമത്തേത് അൽ ഇൽമ് പഠിക്കുക, അറിവ് പഠിക്കുക. രണ്ടാമത്തേത് അൽ അമലു ബിഹി, നാം പഠിച്ച ഇൽമനുസരിച്ച് നാം അമൽ ചെയ്യുക. അദ്ദഅവതു ഇലൈഹി, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. അസ്സബ്റു അലൽ അദാ ഫീഹി, അതിൽ ബാധിക്കുന്ന വിപത്തുകളിൽ ക്ഷമ അവലംബിക്കുക. ഈ 4 കാര്യങ്ങളെക്കുറിച്ച് നാം വിശദീകരിക്കുകയുണ്ടായി. രണ്ടാമതായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം മറ്റൊരു 3 കാര്യങ്ങളെ കൂടി അദ്ദേഹം പറയുകയാണ്. ഷെയ്ഖ് റഹിമഹുല്ലാ പറഞ്ഞു, ഇഅ്ലം റഹിമകല്ലാ, അറിയുക, അല്ലാഹു താങ്കൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അന്നഹു യജിബു അലാ കുല്ലി മുസ്ലിമിൻ വമുസ്ലിമത്തിൻ തഅല്ലുമു സലാഫി ഹാദിഹിൽ മസായിലി വൽ അമലി ബിഹിൻ. 3 മസ്അലകൾ, ആ മസ്അലകൾ അത് അറിഞ്ഞിരിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലും മുസ്ലിമായ ഓരോ സ്ത്രീ പുരുഷന്റെ മേലും നിർബന്ധമാണ്. എന്നിട്ട് 3 മസ്അലകൾ, 3 കാര്യങ്ങൾ അദ്ദേഹം താഴെ നൽകുന്നതായി കാണാം. അതിലൊന്നാമത്തെ കാര്യത്തിൽ ഷെയ്ഖ് റഹിമഹുല്ലാ സൂചിപ്പിക്കുന്നത് തൗഹീദുർ റുബൂബിയ്യ, അതുപോലെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്. ഈ 2 കാര്യങ്ങളാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവിടെ വിശദീകരിക്കുന്നത്. ആദ്യമായി പറഞ്ഞു, അന്നല്ലാഹ ഖലഖനാ വറസഖനാ, അല്ലാഹുവാണ് നമ്മെ സൃഷ്ടിച്ചതും നമുക്ക് ഉപജീവനം നൽകുന്നതും. ഇതാണ് തൗഹീദുർ റുബൂബിയ്യ. തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ പ്രവർത്തനങ്ങളിൽ ഏകനാക്കുക. ഇതാണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറയുന്നത്. ഈ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൃഷ്ടിക്കുക, നിയന്ത്രിക്കുക, അതുപോലെ റിസ്ക് നൽകുക, ഉപജീവനം നൽകുക എന്നുള്ള കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് അല്ലാഹു മാത്രമാണ് റബ്ബ്, അല്ലാഹുവാണ് എന്റെ ഖാലിഖ്, അല്ലാഹുവാണ് റാസിഖ് എന്നിങ്ങനെ തുടങ്ങി അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അല്ലാഹുവിനെ ഏകനാക്കുക. ഇതാണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം അംഗീകരിക്കാൻ, അത് വിശ്വസിക്കാൻ ഏതൊരാൾക്കും നിഷ്പ്രയാസം കഴിയുന്നതാണ്. കാരണം ഓരോ വ്യക്തികളും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവന് അള്ളാഹുവാണ് ഖാലിഖെന്നോ അള്ളാഹുവാണ് റാസിഖെന്നോ വിശ്വസിക്കാതിരിക്കാൻ അവന് മറ്റു തടസ്സങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം അധിക ആളുകളും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ നിരീശ്വരവാദികളായ ആളുകൾ, അവർ ഈ ലോകത്തിന് ഒരു സൃഷ്ടാവില്ല എന്ന് പറയുന്നവർ, അത്തരത്തിലുള്ള ആളുകൾ ഈ ഒരു കാര്യത്തെ നിഷേധിച്ചതായി കാണാം. ആരെങ്കിലും ഖാലിഖ്, അല്ലാഹു അല്ല ഖാലിഖ് എന്ന് പറയുകയാണെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കുഫറാണ് അവനിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് നമുക്ക് ഉപജീവനം നൽകുന്നത് എന്നറിയിക്കുന്ന ഒട്ടനവധി തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അല്ലാഹു പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖകും, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, സുമ്മ റസഖകും, എന്നിട്ട് നിങ്ങൾക്ക് അവൻ ഉപജീവനം നൽകി, സുമ്മ യുമീതുകും, പിന്നീട് നിങ്ങളെ അവൻ മരിപ്പിച്ചു, സുമ്മ യുഹ്യീകും, പിന്നീട് അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈ, ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, നിങ്ങൾ അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പങ്കാളികൾ, അവർക്ക് ഇതിലേതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് സൃഷ്ടിക്കുന്നവൻ, റിസ്ക് നൽകുന്നവൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കുക, ആ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും,
നിങ്ങളെയും നിങ്ങളുടെ മുൻപുള്ള ആളുകളെയും സൃഷ്ടിച്ചവനായ റബ്ബ്. ആ റബ്ബിനെ മാത്രമാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. അല്ലാഹുവാണ് നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിച്ചവൻ. ഇനി അല്ലാഹുവാണ് ഉപജീവനം നൽകുന്നത് എന്നതിനുള്ള തെളിവായിക്കൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. തീർച്ചയായും അല്ലാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവൻ, അവനാണ് ശക്തനും പ്രബലനും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു കാര്യം, അല്ലാഹുവാണ് സൃഷ്ടാവ് എന്ന കാര്യം, അത് നമുക്ക് ബുദ്ധിപരമായി നാം ആലോചിച്ചാൽ അത് നമുക്ക് മനസ്സിലാകുന്നതാണ്. കാരണം ഏതൊരു വസ്തുവും അത് മൂന്നാലൊരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഒന്നുകിൽ ഒന്നുമില്ലാതെ, ഒരു സൃഷ്ടാവില്ലാതെ തനിയെ ഉണ്ടായത്. രണ്ടാമത്തെ രൂപം, ആ വസ്തുക്കൾ അവർ സ്വയം പടച്ചതാവുക. ഒരു വസ്തു അതിനെ സ്വയം പടക്കുക. ഈ രണ്ട് കാര്യങ്ങളും ബുദ്ധിയുള്ള ഏതൊരാളും അംഗീകരിക്കുകയില്ല. കാരണം ഏതൊരു പ്രവർത്തനത്തിന് പിന്നിലും ആ പ്രവർത്തനം ചെയ്ത ഒരാളുണ്ടാകും. അത് ബുദ്ധിയുള്ള ഏതൊരാളും അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വസ്തുവും അത് തനിയെ ഉണ്ടായതല്ല. അതുപോലെ ഓരോ വസ്തുക്കളും ആ വസ്തുക്കൾ തന്നെ അതിനെ നിർമ്മിക്കുകയുമില്ല. പിന്നീട് ബാക്കിയുള്ളത് മൂന്നാമത്തെ അവസ്ഥയാണ്. അതാണ് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച ഒരാൾ, സൃഷ്ടിച്ച സൃഷ്ടാവുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ. അവർ യാതൊരു വസ്തുവിൽ നിന്നുമല്ലാതെ അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണോ? അഥവാ ഒരു സൃഷ്ടാവില്ലാതെ, ഒന്നുമില്ലാതെ അവർ അങ്ങ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണോ? അം ഹുമുൽ ഖാലിഖൂൻ. അതല്ല, അവരവരെ തന്നെ സൃഷ്ടിക്കുകയാണോ? അവർ തന്നെയാണോ അവരുടെ സൃഷ്ടാക്കൾ? എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, അം ഖലഖുസ് സമാവാതി വൽ അർദ്. അവരാണോ ആകാശങ്ങളും ഭൂമിയും എല്ലാം സൃഷ്ടിച്ചത്? ബൽ ലാ യൂഖിനൂൻ. അല്ല, അവർ ദൃഢമായി വിശ്വസിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് അല്ലാഹു മാത്രമാണ് ഖാലിഖ് എന്ന് നമുക്ക് മനസ്സിലായി. ഇതോടുകൂടി ഖാലിഖായ അല്ലാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ, അതല്ലാത്തവരെല്ലാം ഇബാദത്തിന് അർഹരല്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. അല്ലാഹുവിന്റെ രണ്ട് നാമങ്ങളാണ് അൽ ഖാലിഖ്, അതുപോലെ അൽ ഖല്ലാഖ് എന്നീ രണ്ട് നാമങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരി. മറ്റൊരായത്തിൽ കാണാം, ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം. അല്ലാഹുവിന്റെ രണ്ട് നാമങ്ങളാണ് അൽ ഖാലിഖ്, അതുപോലെ അൽ ഖല്ലാഖ്. അങ്ങനെ നാം അല്ലാഹുവിന്റെ വിശാലമായ സൃഷ്ടികളെക്കുറിച്ചും അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുമെല്ലാം ആലോചിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ കഴിവിനെയും അവന്റെ ശക്തിയെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ്. ആകാശങ്ങളും ഭൂമിയും എല്ലാം ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ് അല്ലാഹുവിന്റെ കുർസി എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ കുർസി അതവന്റെ സൃഷ്ടികളിൽ, വലിയ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ്. അത്രയും വിശാലമായ കുർസി, ആ കുർസിയുടെ സൃഷ്ടാവ്, ആ സൃഷ്ടാവിനെ കുറിച്ച് നാം ആലോചിക്കുകയാണെങ്കിൽ ആ റബ്ബിന്റെ മാഹാത്മ്യം, ആ റബ്ബിന്റെ ഗാംഭീര്യം അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അതിനെ സൂക്ഷ്മമായി അതിനെ വെക്കേണ്ട സ്ഥാനത്ത് അതിനെ വെക്കുകയും ചെയ്ത കഴിവുള്ള ഹക്കീമും ഖബീറുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ചോദിച്ചതായി കാണാം, الذي خلق 7 سماوات طباقا. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെ, 7 ആകാശങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചവനാണവൻ. എന്നിട്ട് ചോദിച്ചു, മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. റഹ്മാനായ അല്ലാഹുവിന്റെ ഈ സൃഷ്ടിപ്പിൽ യാതൊരു ഏറ്റക്കുറവും നീ കാണുകയില്ല. അത്രയും സൂക്ഷ്മമായി ഓരോ കാര്യങ്ങളെയും അതിന്റെ യഥാസ്ഥാനത്ത് വെക്കുകയും സൃഷ്ടിക്കുകയും ചെയ്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുക അത് അല്ലാഹുവിന്റെ മാത്രം കഴിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളെ വെല്ലുവിളിച്ചതായി കാണാം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ദുരിബ മസലുൻ ഫസ്തമിഊ ലഹ്. ഒരു ഉദാഹരണം ഇതാ നിങ്ങൾക്ക് വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഫസ്തമിഊ ലഹ്, നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്.
തീർച്ചയായും അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഊ ലഹ്, ആ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവരെല്ലാം അവരെല്ലാം ഒരുമിച്ച് കൂടിയാലും അവർക്കൊരു ഈച്ചയെപ്പോലും പടക്കുക സാധ്യമല്ല. വഇൻ യസ്ലുബുഹുമു ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻ, ഇനി ഒരു ഈച്ച ആ വിഗ്രഹങ്ങളുടെ പക്കലിൽ നിന്ന് വല്ലതും എടുത്തുകൊണ്ടുപോയാൽ അത് തിരിച്ച് കൈവശപ്പെടുത്താൻ, അത് അവരുടെ പക്കലിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിവില്ലാത്തവരാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ. അഥവാ അത്രയും ദുർബലരാണ് അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന വസ്തുക്കൾ എന്നർത്ഥം. അവർ ഒരീച്ചയെപ്പോലും പടക്കുകയോ സൃഷ്ടിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒന്നിനെയും സൃഷ്ടിക്കാത്ത, യാതൊന്നും ഉടമപ്പെടുത്താത്ത ഒരാളും ഇബാദത്തിന് അർഹരല്ല. മറിച്ച് എല്ലാം സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇബാദത്തിന് അർഹൻ. അതാണ് തൗഹീദുർ റുബൂബിയ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് അല്ലാഹുവാണ് സൃഷ്ടാവ് എന്ന കാര്യം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചോദിക്കുന്നതായി കാണാം, അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ് അഫലാ തദക്കറൂൻ, സൃഷ്ടിക്കുന്നവനും അവൻ സൃഷ്ടിക്കാത്തവനെ പോലെയാണോ, നിങ്ങൾ എന്താണ് കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കാത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. മറ്റൊരായത്തിൽ കാണാം, അയുശ്രികൂന മാ ലാ യഖ്ലുഖു ശൈഅൻ വഹും യുഖ്ലഖൂൻ, യാതൊന്നും സൃഷ്ടിക്കാത്ത ആളുകളെ നിങ്ങൾ അല്ലാഹുവോട് പങ്കു ചേർക്കുകയാണോ. വഹും യുഖ്ലഖൂൻ, എന്നാൽ ആ ആരാധ്യന്മാർ അവർ സൃഷ്ടികളാണ്, അവർ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അവർ വത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, അല്ലാഹുവിന് പുറമെ പല ആരാധ്യന്മാരെയും സ്വീകരിച്ച ആളുകൾ, അവർ പല ആരാധ്യന്മാരെയും അവർ സ്വീകരിച്ചിരിക്കുന്നു. ലാ യഖ്ലുഖൂന ശൈഅ, ആ ആരാധ്യന്മാരൊന്നും യാതൊന്നും സൃഷ്ടിക്കുന്നില്ല. വഹും യുഖ്ലഖൂൻ, എന്നാൽ അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്, അഥവാ അവർ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ് എന്നർത്ഥം. അതുകൊണ്ട് സൃഷ്ടിപ്പിലും നിയന്ത്രണത്തിലും അധികാരത്തിലുമെല്ലാം ഏകനായ അല്ലാഹു, ആ അല്ലാഹു മാത്രമാണ് ഇബാദത്തിന്റെ കാര്യത്തിലും ഏകനാകേണ്ടവൻ. ആ അല്ലാഹുവിന് മാത്രമേ നാം ഇബാദത്തുകൾ സമർപ്പിക്കാവൂ. ഈ ഒരു കാര്യം, റുബൂബിയ്യത്തിൽ അല്ലാഹുവിനെ ഏകനാക്കുക എന്നുള്ള കാര്യം, ഇത് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ അവർ ഇത് അംഗീകരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളോട് ചോദിക്കുകയാണ്, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, അവരോട് ചോദിക്കാൻ വേണ്ടി അല്ലാഹു പറയുകയാണ്, ആരാണ് നിങ്ങൾക്ക് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്, നിങ്ങൾക്ക് ആഹാരം നൽകുന്നവൻ ആരാണ്. അമ്മൻ യംലികു സ്സമഅ വൽ അബ്സാർ, അതുപോലെ കേൾവിയും കാഴ്ചയുമെല്ലാം അധീനപ്പെടുത്തുന്നത് ആരാണ്. വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും, വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും പുറപ്പെടുവിപ്പിക്കുന്നവൻ ആരാണ് എന്ന് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകളോട് ചോദിച്ചാൽ, അതുപോലെ വമൻ യുദബ്ബിറുൽ അംർ, ആരാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എന്നവരോട് ചോദിച്ചാൽ അവർ പറയും ഫസയഖൂലൂന അല്ലാഹ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഫഖുൽ അഫലാ തത്തഖൂൻ, നബിയെ ഇങ്ങനെ അവരോട് പറയുക, ഇതൊക്കെ ചെയ്യുന്നത് അല്ലാഹു ആണെങ്കിൽ ആ അല്ലാഹുവിന് മാത്രം നിങ്ങൾ എന്റെ ഇബാദത്ത് നൽകാത്തത്, നിങ്ങൾ എന്റെ അതിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്താത്തത് എന്നവരോട് ചോദിച്ചു കൊള്ളുക. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും ചെയ്തതാരാണെന്ന് മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികളോട് ചോദിച്ചാൽ അവർ പറയും ലയഖൂലുന്ന അല്ലാഹ്, അത് അല്ലാഹുവാണ്. അപ്പോൾ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ അവർ തൗഹീദുർ റുബൂബിയ്യ അത് അംഗീകരിച്ചവരാണ്. തൗഹീദുർ റുബൂബിയ്യ അംഗീകരിച്ചവരാണെന്ന് പറയുമ്പോൾ മക്കയിലുണ്ടായിരുന്ന മുഅ്മിനീങ്ങൾ വിശ്വസിച്ചതുപോലെ തൗഹീദുർ റുബൂബിയ്യ വിശ്വസിച്ചവരാണ് എന്ന പൂർണ്ണാർത്ഥത്തിലല്ല, മറിച്ച് തൗഹീദുർ റുബൂബിയ്യത്തിൽ അതിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും അവർ അംഗീകരിച്ചിരുന്നു. അല്ലാഹുവാണ് സൃഷ്ടാവ്, അല്ലാഹുവാണ് റിസ്ക് നൽകുന്നവൻ, അല്ലാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത്, ഇതെല്ലാം മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിച്ചിരുന്നു. ഈ ഒരു കാര്യം മാത്രം അംഗീകരിച്ചതുകൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുന്നില്ല, മറിച്ച് അവന്റെ ഇബാദത്തുകൾ, അവന്റെ ആരാധനകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം നൽകണം. അപ്പോൾ മാത്രമാണ് അവന്റെ ഈമാൻ, അവന്റെ തൗഹീദ് അത് പൂർണ്ണമാകുന്നത്. അതാണ് തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് നാം പറയാറുള്ളത്, അഥവാ ഇബാദത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിനെ ഏകനാക്കുക. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി
ഇല്ലാ വഹും മുശ്രികൂൻ. മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അവരിൽ അധിക ആളുകളും അവർ അള്ളാഹുവിൽ വിശ്വസിച്ചത് എങ്ങനെയാണ്? വഹും മുശ്രികൂൻ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരായിക്കൊണ്ടാണ്. ഇതെങ്ങനെയാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കലും അള്ളാഹുവിൽ വിശ്വസിക്കലും അതെങ്ങനെയാണ് ഒരുമിച്ചുണ്ടാവുക? തഫ്സീറുകളിൽ കാണാൻ പറ്റും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിൻ ഈമാനിഹിം, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ അവരുടെ വിശ്വാസം എന്തായിരുന്നു? അള്ളാഹുവിലുള്ള വിശ്വാസം എന്താണ്? ഇദാ ഖീല ലഹും മൻ ഖലഖസ് സമാഅ വമൻ ഖലഖൽ അർള വമൻ ഖലഖൽ ജിബാൽ, ആരാണ് ആകാശത്തെയും ഭൂമിയെയും പർവ്വതങ്ങളെയും എല്ലാം സൃഷ്ടിച്ചതാരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹ്. ഇതായിരുന്നു അവരുടെ അള്ളാഹുവിലുള്ള വിശ്വാസം. വഹും മുശ്രികൂൻ, അതോടൊപ്പം അവർ അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്തുകളിൽ അവർ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരാണ്. പ്രാർത്ഥന, നേർച്ച, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അമ്പിയാക്കന്മാർക്കും സ്വാലിഹീങ്ങൾക്കും സമർപ്പിക്കുന്നവരായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ. അതുകൊണ്ട് അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നവൻ, അള്ളാഹുവാണ് നിയന്താവ്. ഇത് അംഗീകരിക്കുന്ന ഒരു വ്യക്തി അവന്റെ ഇബാദത്തുകളെല്ലാം അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് അവൻ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുന്നത്. അതല്ല എങ്കിൽ അവന്റെ തൗഹീദിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തൗഹീദുർ റുബൂബിയ്യത്തിന്റെ ഒട്ടനവധി തെളിവുകൾ പറയുന്നതായി കാണാം. ആകാശത്തിന്റെ സൃഷ്ടിപ്പും രാപ്പകലുകൾ മാറി വരുന്നതും അതേപോലെ ഭൂമിയെ സൃഷ്ടിച്ചതുമെല്ലാം അള്ളാഹു ധാരാളമായി പറയുന്നുണ്ട്. എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തെളിവായി പറയുന്നത്? എന്തിനു വേണ്ടിയാണ്? ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. നാം മുമ്പ് പാരായണം ചെയ്ത ആയത്ത്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവൻ. ഇത് അള്ളാഹുവിന്റെ റുബൂബിയ്യത്താണ്. സൃഷ്ടിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിനുള്ള തെളിവാണ്. എന്നിട്ട് പറഞ്ഞു, വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെയും നിങ്ങളുടെ മുൻപുള്ളവരെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ, അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയെ ഒരു മെത്തയാക്കി തന്നു. വസ്സമാഅ ബിനാഅ, ആകാശത്തെ ഒരു മേൽക്കൂരയാക്കി തന്നു. ഇത് അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിനുള്ള തെളിവാണ്, അവന്റെ സൃഷ്ടിപ്പിന്റെ അവന്റെ ദൃഷ്ടാന്തത്തിനുള്ള തെളിവാണ്. അതുപോലെ വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്തിൽ നിന്ന് അവൻ നിങ്ങൾക്ക് വെള്ളം ചൊരിഞ്ഞു തന്നു. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, അങ്ങനെ ആ മഴ മുഖേന അവൻ നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു തന്നു. അങ്ങനെ മഴ പെയ്യിപ്പിക്കുന്നവൻ, സസ്യങ്ങളെ മുളപ്പിക്കുന്നവൻ, ഇതെല്ലാം അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിനുള്ള തെളിവുകളാണ്. ഇതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. അഥവാ റുബൂബിയ്യത്തിനുള്ള തെളിവുകൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയാണ്? നാം അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് സ്ഥാപിക്കുന്നതിനും അത് സമർത്ഥിക്കുന്നതിനും വേണ്ടിയാണ്. എന്നാൽ ചില ആളുകൾ അവരുടെ സംസാരം അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിനെ കുറിച്ച് മാത്രമായിരിക്കും. അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, അതിന്റെ വൈവിധ്യങ്ങളെ കുറിച്ച് അത് മാത്രം സംസാരിക്കും. എന്നാൽ അത് വിട്ടുകിടക്കണം. കാരണം പ്രവാചകന്മാരുടെ പ്രബോധനം അതിന്റെ വിഷയം തൗഹീദുൽ ഉലൂഹിയ്യയായിരുന്നു. അപ്പോൾ നാം തൗഹീദുർ റുബൂബിയ്യ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം ദഅവത്ത് ചെയ്യുമ്പോൾ തൗഹീദുർ റുബൂബിയ്യ, അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള കഴിവുകൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ, അതെല്ലാം നാം വിവരിക്കുന്നത് ഇതെല്ലാം പടച്ച, ഇതെല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്നറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഈ ഒരു കാര്യമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള ആദ്യമായി സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വലം യത്റുക്നാ ഹമല, അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നമുക്ക് റിസ്ക് നൽകുന്നത്. അവൻ നമ്മെ വെറുതെ യാതൊരു ഉദ്ദേശവുമില്ലാതെ വെറുതെ പടച്ചു വിട്ടതല്ല, വെറുതെ സൃഷ്ടിച്ചതല്ല. നമ്മുടെ സൃഷ്ടിപ്പിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. കന്നുകാലികളെ പോലെ യാതൊന്നും കൽപ്പിക്കാതെ, യാതൊന്നും വിരോധിക്കപ്പെടാതെ, യാതൊരു ഉദ്ദേശവുമില്ലാതെ വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരാണോ മനുഷ്യർ? ഒരിക്കലുമല്ല. ഒരു കളിതമാശയായി ഈ ദുനിയാവിലേക്ക് പിറന്നു വീണവരല്ല, സൃഷ്ടിക്കപ്പെട്ടവരല്ല മനുഷ്യർ. ഈ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി പറഞ്ഞതായി കാണാം.
അള്ളാഹു പറഞ്ഞു, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ, നിങ്ങൾ യാതൊരു ഉദ്ദേശവുമില്ലാതെ വെറുതെ അങ്ങ് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ കണക്കാക്കിയിരിക്കുകയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. മറ്റൊരായത്തിൽ കാണാം, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ വെറുതെ അങ്ങ് വിട്ടേക്കപ്പെടുമെന്ന്? യാതൊന്നും കൽപ്പിക്കാതെ, യാതൊന്നും വിരോധിക്കാതെ, യാതൊരു ഉദ്ദേശവുമില്ലാതെ വെറുതെ അങ്ങ് സൃഷ്ടിക്കപ്പെട്ട് വെറുതെ അങ്ങ് വിട്ടേക്കുമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുവോ? മറ്റൊരായത്തിൽ കാണാം, വമാ ഖലഖന അസ്സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ലാഇബീൻ, ആകാശവും ഭൂമിയും അതിനിടയിലുള്ളതെല്ലാം ഒരു കളിയായിക്കൊണ്ട് നാം സൃഷ്ടിച്ചതല്ല. അല്ലാഹു പറയാൻ, ഒരു കളിയായിക്കൊണ്ടല്ല നാം സൃഷ്ടിച്ചത്, മറിച്ച് മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു അതിനെ സൃഷ്ടിച്ചത് ഒരു ഹക്കിന് വേണ്ടിയാണ്. ഹക്ക് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവയെല്ലാം പടച്ചത്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷേ അവരിൽ അധിക ആളുകളും ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചതിന് പിന്നിലുള്ള ലക്ഷ്യം എന്താണ്, അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് പിന്നിൽ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. വെറുതെ കളിതമാശയായി സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന് നാം മനസ്സിലാക്കുക. എന്നാൽ ഈ ദുനിയാവിലേക്ക് വെറുതെ വന്നവരാണ്, യാതൊരു ലക്ഷ്യവുമില്ലാതെ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം എന്നാണ് കാഫിറുകളായ ആളുകൾ അവർ വാദിക്കുന്നത്. അവരുടെ വാദം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, അയഇദുകും അന്നകും ഇദാ മിത്തും വകുൻതും തുറാബൻ വഇദാമൻ അന്നകും മുഖ്റജൂൻ. പ്രവാചകന്മാർ കൊണ്ടുവന്ന ഈ റിസാലത്ത്, ഈ പ്രബോധനം, അതിനെ എതിർക്കുന്ന ആളുകൾ അവർ പറയുകയാണ്, നിങ്ങൾ മരിക്കുകയും അങ്ങനെ നിങ്ങൾ മണ്ണും അസ്ഥിശിലകളായി തീരുകയും ചെയ്താൽ നിങ്ങൾ വീണ്ടും ജീവനോടെ പുറത്തു കൊണ്ടുവരുമെന്നാണോ പറയപ്പെടുന്നത്? വീണ്ടും പുറത്തു കൊണ്ടുവരപ്പെടും എന്നാണോ? എന്നിട്ട് പറയുകയാണ്, ഹൈഹാത ഹൈഹാത ലിമാ തുഅദൂൻ, നിങ്ങൾക്ക് നൽകപ്പെടുന്ന ആ വാഗ്ദാനം അതെത്രയോ വിദൂരമാണ് എന്ന് പ്രവാചകന്മാർക്ക് എതിര് നിൽക്കുന്ന ആളുകൾ അവർ പറയുകയാണ്. അഥവാ മരണപ്പെട്ട് മണ്ണായി ദ്രവിച്ചതിന് ശേഷം വീണ്ടും അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ പ്രവാചകന്മാർ പറയുന്നത്? അതെത്ര വിദൂരമായ കാര്യമാണ്. എന്നിട്ട് അവർ പറഞ്ഞു, ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂത്, ഈ ജീവിതം എന്നത് അത് നാം ജീവിക്കുന്ന ഈ ഐഹിക ജീവിതം മാത്രമാണ്. നമൂതു വനഹ്യ, നാം മരിക്കുന്നു, അങ്ങനെ നമ്മുടെ മക്കൾ അവരിവിടെ ജീവിക്കുകയാണ്. വമാ നഹ്നു ബിമബ്ഊസീൻ, നാം ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരല്ല എന്ന് അല്ലാഹുവിന്റെ റസൂലിൽ അവിശ്വസിച്ച ആളുകൾ അവർ പറഞ്ഞതായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തുകയാണ്. മറ്റൊരായത്തിൽ കാണാം, വമാ ഖലഖന അസ്സമാഅ വൽ അർദ വമാ ബൈനഹുമാ ബാതില, അല്ലാഹു ആകാശവും ഭൂമിയും അതുപോലെ അതിനിടയിലുള്ളതും ഒരു നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. എന്നിട്ട് പറഞ്ഞു, ذَلِكَ ظَنُّ الَّذِينَ كَفَرُوا, അത് യാതൊരു ലക്ഷ്യവുമില്ലാതെ ഉദ്ദേശവുമില്ലാതെ സൃഷ്ടിച്ചതാണ് എന്നത് അത് കാഫിരീങ്ങളായ ആളുകൾ, സത്യനിഷേധികളായ ആളുകൾ അവരുടെ ധാരണ മാത്രമാണ് അതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിന് പിന്നിൽ, അല്ലാഹു നമ്മെ സൃഷ്ടിച്ചതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണ് എന്ന് നാം ഓരോരുത്തരും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജിന്നി വർഗത്തെ സൃഷ്ടിച്ചത് എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ്. നോക്കൂ, അല്ലാഹു നമ്മെ സൃഷ്ടിച്ചതിന് പിന്നിലുള്ള ലക്ഷ്യമായിക്കൊണ്ട് അല്ലാഹു പറഞ്ഞത് എന്താണ്? എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുക. അതാണ് മനുഷ്യ സൃഷ്ടിപ്പിന് പിന്നിലുള്ള ലക്ഷ്യം. അതാണ് മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞതായി കാണാം, അല്ലാഹുല്ലദീ ഖലഖ സബഅ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുൻ, അല്ലാഹുവാണ് 7 ആകാശങ്ങളും അതുപോലെ ഭൂമിയിൽ നിന്ന് അവയ്ക്ക് തുല്യമായതും സൃഷ്ടിച്ചവൻ. യതനസ്സലുൽ അംറു ബൈനഹും, അവയ്ക്കിടയിലാണ് അല്ലാഹുവിന്റെ കൽപ്പനകൾ ഇറങ്ങുന്നത്. എന്നിട്ട് പറഞ്ഞു, എന്തിനു വേണ്ടിയാണ് അല്ലാഹു സൃഷ്ടിച്ചത്? ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ശൈഇൻ ഇൽമാ. അല്ലാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാണെന്നും എല്ലാ വസ്തുക്കളെയും അല്ലാഹുവിന്റെ അറിവ് വലയം ചെയ്തിരിക്കുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അല്ലാഹുവിനെ അവന്റെ അത്യുത്തമമായ നാമഗുണവിശേഷണങ്ങളിലൂടെ മനസ്സിലാക്കുകയും അതുവഴി അല്ലാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ, അവനെ മാത്രമേ ആരാധിക്കാവൂ
എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന് പിന്നിലുള്ള ലക്ഷ്യമെന്ന് ഈ ആയത്തിലൂടെ നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക, അതിനു വേണ്ടിയാണ് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത്. ഇനി അല്ലാഹുവിനെ എങ്ങനെയാണ് നാം ഇബാദത്ത് ചെയ്യേണ്ടത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് അല്ലാഹു നിയോഗിച്ച പ്രവാചകന്മാരിലൂടെയാണ് നമുക്കത് പഠിപ്പിച്ചു നൽകിയത്. അതിനാൽ എങ്ങനെയാണ് നാം ഇബാദത്ത് നിർവഹിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ പ്രവാചകന്മാരുടെ മാർഗം നാം പിന്തുടരേണ്ടതുണ്ട്. അങ്ങനെ അല്ലാഹുവിലേക്ക് എത്താനുള്ള മാർഗം അതൊറ്റൊന്നു മാത്രമാണ്. അതാണ് അസ്സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് അല്ലാഹുവിന്റെ മുൻപിൽ ദിവസവും 17 തവണ നാം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സിറാത്തുൽ മുസ്തഖീം. ഈ ഒരു മാർഗം മാത്രമാണ് അല്ലാഹുവിലേക്ക് എത്താനുള്ള മാർഗം. എന്നിട്ട് ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അല്ലാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് നമുക്ക് റിസ്ക് നൽകിയത്, അവൻ നമ്മെ വെറുതെ വിട്ടിട്ടില്ല. എന്നിട്ട് പറയുകയാണ്, ബൽ അർസല ഇലൈനാ റസൂല, അല്ലാഹു നമ്മിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഫമൻ അത്വഅഹു ദഖലൽ ജന്ന, ആരാണോ ആ റസൂലിനെ അനുസരിച്ചത് അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. വമൻ അസാഹു ദഖലൻ നാർ, ആരാണോ ആ പ്രവാചകന്മാരെ ധിക്കരിക്കുന്നത് അവർ നരകത്തിലും പ്രവേശിക്കുന്നതാണ്. നോക്കൂ, അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു എന്നത് തന്നെ അവൻ നമ്മെ വെറുതെ സൃഷ്ടിച്ചതല്ല എന്നതിനുള്ള തെളിവാണ്. പ്രവാചകന്മാരെ സൃഷ്ടിക്കുക എന്നത് അവൻ നമ്മെ വെറുതെ സൃഷ്ടിച്ചതല്ല എന്നതിനുള്ള തെളിവാണ്. ആ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് അയച്ചത്. അങ്ങനെ അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുകയും നമ്മെ സംസ്കരിക്കുകയും ശരിയായ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നമ്മെ വഴി നടത്തുകയും ചെയ്തു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ അനുസരിക്കണം, ആ റസൂലിന്റെ കൽപ്പനകൾ നാം മുറുകെ പിടിക്കണം. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് ഒരു വ്യക്തി പ്രഖ്യാപിക്കുന്നതോടുകൂടി അവനിൽ അനിവാര്യമാകുന്ന ഒരു കാര്യമുണ്ട്. ത്വാഅതുഹു ഫീമാ അമർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും അനുസരിക്കുക. വജ്തിനാബു മാ നഹാ അൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങൾ അത് പൂർണ്ണമായും ഒഴിവാക്കുക. ഇത് മുഹമ്മദുൽ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച ഓരോ ആളിനും അനിവാര്യമായി തീരുന്ന കാര്യമാണ്. പ്രവാചകന്മാരുടെ ഡ്യൂട്ടി, അവരുടെ ജോലി എന്താണ്, അല്ലാഹു അവരെ ഏൽപ്പിച്ച കാര്യം എന്താണ്? 3 കാര്യങ്ങളാണ് പ്രധാനമായും പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത്, അടിമകളായ ആളുകൾ അവർക്ക് അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാഹുവിന്റെ വിശേഷണങ്ങളും അല്ലാഹുവിന്റെ നാമങ്ങളും അങ്ങനെ അല്ലാഹുവിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഒന്നാമത്തെ അവരുടെ കർത്തവ്യം. രണ്ടാമത്തേത്, ആ റബ്ബിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം അവരെ പഠിപ്പിക്കുക, അതവർക്ക് മനസ്സിലാക്കി നൽകുക. മൂന്നാമത്തേത്, അങ്ങനെ ഈ മാർഗം പിന്തുടരുന്ന ആളുകൾ അവർക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് അവർക്ക് അറിയിച്ചു നൽകുക. ഇനി ആ മാർഗത്തെ പിന്തുടരാതെ അഹങ്കാരത്തോടുകൂടി ധിക്കാരത്തോടുകൂടി പിന്മാറുന്ന ആളുകൾ അവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് പ്രവാചകന്മാർക്ക് അവരുടെ അള്ളാഹു അവരെ ഏൽപ്പിച്ച ബാധ്യതയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയാണ് പ്രവാചകന്മാരെ നിയോഗിച്ചത്? ഒന്നാമതായി സൃഷ്ടികൾക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തെളിവ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. നാളെ പരലോകത്ത് നമ്മെ വിചാരണ ചെയ്യുമ്പോൾ അല്ലാഹുവേ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന് പറയാൻ നമുക്ക് യാതൊരു നിർവാഹവുമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കെതിരെയുള്ള തെളിവുകൾ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്, വേദഗ്രന്ഥങ്ങൾ കിതാബുകൾ അയച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, റുസുലൻ മുബശ്ശിരീന വ മുൻദിരീൻ, സന്തോഷ വാർത്ത അറിയിക്കുന്നവരായും താക്കീത് നൽകുന്നവരുമായ ദൂതന്മാരായിരുന്നു അവർ. എന്നിട്ട് പറഞ്ഞു, ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ, ആ ദൂതന്മാർക്ക് ശേഷം ജനങ്ങൾക്ക് അല്ലാഹുവിനെതിരിൽ ഒരു ന്യായവും ഒരു തെളിവും പറയാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. മറ്റൊരായത്തിൽ കാണാം, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല, ഒരു റസൂലിനെ അയക്കുന്നതുവരെ നാം ആരെയും ശിക്ഷിക്കുന്നതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് അല്ലാഹു റസൂൽമാരെ നിയോഗിച്ചു എന്നത് അത് നമുക്കെതിരെയുള്ള ഒരു തെളിവായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം ചെയ്തിട്ടുള്ളത്. നാളെ നരകത്തിൽ കടക്കുന്ന ആളുകൾ
അവരോട് നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കും, അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നില്ലായിരുന്നോ? അവർ പറയും, ഖാലൂ ബല, അതേ വന്നിരുന്നു. ഖദ് ജാഅനാ നദീറുൻ, ഞങ്ങളിലേക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നു. ഫകസ്സബ്നാ, ഞങ്ങൾ അവരെ കളവാക്കുകയും നിഷേധിക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീതുകാരെ, പ്രവാചകന്മാരെ നമ്മിലേക്ക് നിയോഗിച്ചത് അത് നമുക്കെതിരെ അല്ലാഹു തെളിവ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ്. രണ്ടാമത്തേത്, നമ്മളോട് റഹ്മത്തുള്ളതിനാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുമാരെ നിയോഗിച്ചത്. മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞതായി കാണാം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ഈ ലോകർക്ക് മുഴുവൻ റഹ്മത്തായിക്കൊണ്ടാണ് താങ്കളെ നാം അയച്ചിട്ടുള്ളതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അങ്ങനെ ഈ നമ്മിലേക്ക് കടന്നു വന്ന, നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ട മുഹമ്മദ് നബി നമ്മളോട് കൽപ്പിച്ച ഏറ്റവും വലിയ കാര്യമാണ് ഇബാദത്തുകൾ, അത് അല്ലാഹുവിന് മാത്രം സമർപ്പിക്കുക എന്നത്. ഈ വലിയ കൽപ്പനയിൽ, ഏറ്റവും വലിയ കൽപ്പനയിൽ തെറ്റുപറ്റിയാൽ അവൻ നരകാവകാശിയായി തീർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് കൽപ്പനകൾ ഒരാൾ പ്രാവർത്തികമാക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ കൽപ്പനയായ ഇബാദത്തുകൾ അല്ലാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ എന്ന കൽപ്പനയിൽ ഒരാൾ തെറ്റുപറ്റുകയാണെങ്കിൽ അവൻ നരകാവകാശിയായി തീരുന്നതാണ്. അതാണ് പറഞ്ഞത്, ഫമൻ അത്വഅഹു, ആ റസൂലിനെ അനുസരിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. റസൂൽ കൽപ്പിച്ചതിൽ ഏറ്റവും വലിയ കാര്യം അത് തൗഹീദാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള ഒരു ഉപമ ഹദീസുകളിൽ വന്നതായി കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്ന സന്ദർഭത്തിൽ മലക്കുകൾ അദ്ദേഹത്തിന്റെ അരികിലേക്ക് വരികയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുമ്പോൾ അവിടുത്തെ ഹൃദയം ഉറങ്ങുന്നില്ല, അത് ജീവിച്ചിരിക്കുകയാണ്. അങ്ങനെ മലക്കുകൾ റസൂലിന്റെ അടുത്ത് വന്നു. ആ റസൂലിനുള്ള ഉപമ മലക്കുകൾ തന്നെ അവിടുന്ന് പറയുകയാണ്. എങ്ങനെയാണ് റസൂലിന്റെ ഉപമ? മസലുഹു കമസലി റജുലിൻ, ഒരു വ്യക്തിയെ പോലെയാണ്. ബനാദാറൻ, ആ വ്യക്തി അദ്ദേഹം ഒരു വീട് നിർമ്മിക്കുകയുണ്ടായി. വജഅല ഫീഹാ മഅ്ദുബതൻ, അങ്ങനെ ആ വീട്ടിൽ അദ്ദേഹം ഒരു ഭക്ഷണം, ഒരു സൽക്കാരം ഒരുക്കുകയാണ്. വബഅസ ദാഇയൻ, എന്നിട്ട് ആ ഭക്ഷണത്തിലേക്ക്, ആ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി ഒരാളെ നിയോഗിക്കുകയാണ്. ഫമൻ അജാബ ദാഇയ ദഖല അദ്ദാർ വഅകല മിനൽ മഅ്ദുബ, അങ്ങനെ ആ വിളിക്കുന്നവന്റെ വിളിക്കുത്തരം നൽകി ആ വീട്ടിൽ പ്രവേശിച്ച ഒരു വ്യക്തി അവൻ വീട്ടിൽ പ്രവേശിക്കുകയും അവനതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നതാണ്. വമൻ ലം യുജിബ് ദാഇയ ലം യുദ്ഖിലിൽ ദാറ വലം യഅകുൽ മിനൽ മഅ്ദുബ, എന്നാൽ ആ വിളിക്കുത്തരം നൽകാത്തവർ ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയോ ആ ഭക്ഷണം അതിൽ നിന്ന് കഴിക്കുകയോ ചെയ്യുകയില്ല. എന്നിട്ട് മലക്കുകൾ തന്നെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഉപമ മനസ്സിലാകുന്നതിന് വേണ്ടി അവിടെ അത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, അദ്ദാർ, ഒരു വ്യക്തി ഒരു വീട് നിർമ്മിക്കുകയുണ്ടായി എന്ന് നാം പറഞ്ഞു. ഏതാണ് ആ വീട്? അൽ ജന്ന, അത് സ്വർഗ്ഗമാണ്. വദ്ദാഇ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന വ്യക്തിയാരാണ്? അത് മുഹമ്മദ് നബിയാണ്. ഫമൻ അതാഅ മുഹമ്മദൻ ഫഖദ് അതാഅ അല്ലാഹ്, ആരാണോ മുഹമ്മദ് നബിയെ പിൻപറ്റുന്നത് അവൻ അല്ലാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. വമൻ അസാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് അസാ അല്ലാഹ്, എന്നാൽ ആ മുഹമ്മദ് നബിയെ ധിക്കരിക്കുന്നവൻ, ആരാണോ ധിക്കരിക്കുന്നത് അവൻ അല്ലാഹുവിനെ ധിക്കരിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർഖുൻ ബൈനൻ നാസ്, മുഹമ്മദ് നബിയാണ് ജനങ്ങൾക്കിടയിൽ മുഅ്മിനിനെയും കാഫിറിനെയും വേർതിരിക്കുന്നത്, അത് മുഹമ്മദ് നബിയാണ് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കൽ, അവിടുത്തെ അനുധാവനം ചെയ്യൽ ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധമായ കാര്യമാണ്. മുഹമ്മദ് നബി നിയോഗിക്കപ്പെട്ടതിന് ശേഷം ആ മുഹമ്മദ് നബിയെ പിൻപറ്റുകയല്ലാതെ മറ്റൊരു മാർഗവും നമുക്ക് മുൻപിലില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠം. എന്നിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇതിനുള്ള തെളിവായിക്കൊണ്ട് പറഞ്ഞു, ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല, നിങ്ങളിലേക്കിതാ നിങ്ങളുടെ കാര്യത്തിന് സാക്ഷിയായിട്ടുള്ള ഒരു റസൂലിനെ നാം നിയോഗിച്ചിരിക്കുന്നു, അഥവാ മുഹമ്മദ് നബിയെ നാം നിയോഗിച്ചിരിക്കുന്നു. എങ്ങനെയാണത്? കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല, ഫിർഔനിന്റെ അടുക്കലേക്ക് നാം ഒരു ദൂതനെ നിയോഗിച്ചതുപോലെ, ഫിർഔനിന്റെ അടുക്കലേക്ക് ഹാറൂൻ, മൂസ അലൈഹിമുസ്സലാം, ഇവരെ രണ്ടുപേരെയും അള്ളാഹു നിയോഗിച്ചതുപോലെ നിങ്ങളിലേക്ക് ഞാനിതാ ഒരു പ്രവാചകനെ നിയോഗിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഫഅസാ ഫിർഔനുർ റസൂൽ, ഫിർഔൻ മൂസ നബിയെയും ഹാറൂൻ നബിയെയും ധിക്കരിക്കുകയുണ്ടായി, കളവാക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ
ഫഅഖദ്നാഹു അഖ്ദൻ വബീല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശക്തമായ ഒരു പിടുത്തം പിടിക്കുകയും ശക്തമായ രീതിയിൽ നാം അവരെ ശിക്ഷിക്കുകയും ഉണ്ടായി. ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, മുഹമ്മദ് നബിയുടെ കൽപ്പനകൾക്കെതിരെ നിൽക്കുന്ന ആളുകൾ, അതിനെ ധിക്കരിക്കുന്ന ആളുകൾ, മൂസാ നബിയെ ധിക്കരിച്ച ഫിർഔനിനെ അള്ളാഹു എപ്രകാരമാണോ പിടിച്ചത് അപ്രകാരമുള്ള ശിക്ഷ ഇത്തരത്തിലുള്ള ആളുകളെയും പിടികൂടുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ മസ്അലയായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറയുന്നത്. ഇതിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും സൂചിപ്പിച്ചത്. ഒന്നാമത്തേത് തൗഹീദുർ റുബൂബിയ്യ, രണ്ടാമത്തേത് മനുഷ്യ സൃഷ്ടിപ്പിന് പിന്നിലുള്ള ലക്ഷ്യം, മൂന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റൽ, അത് നിർബന്ധമാണ് എന്നറിയിക്കുന്ന തെളിവുകൾ. ഇനി രണ്ടാമത്തെ മസ്അലയായിക്കൊണ്ട് ഷെയ്ഖ് പറഞ്ഞു, അന്നല്ലാഹ ലാ യർളാ അൻ യുശ്റക മഅഹു അഹദുൻ ഫീ ഇബാദതിഹി. അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ആരെയും പങ്കു ചേർക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുകയില്ല. എന്നിട്ട് പറഞ്ഞു, ലാ മലകുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസൽ. അള്ളാഹുവിന്റെ സാമീപ്യം നേടിയ അവന്റെ മലക്കുകളോ അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകന്മാരോ ആരാണെങ്കിലും അള്ളാഹുവിന്റെ കൂടെ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. വദ്ദലീലു ഖൗലുഹു തആല. നോക്കൂ, ശൈഖ് റഹിമഹുല്ലാഹ് വീണ്ടും പറയുകയാണ്, വദ്ദലീൽ. ഏത് കാര്യം പറയുമ്പോഴും അതിന് തെളിവാണ് ശൈഖ് റഹിമഹുല്ലാഹ് ആദ്യമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും വിശ്വാസ കാര്യങ്ങൾ പ്രത്യേകിച്ച് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം, നീ ആദ്യം തെളിവന്വേഷിക്കുക, എന്നിട്ട് നീ വിശ്വസിക്കുക. അതല്ലാതെ ആദ്യം കുറെ കാര്യങ്ങൾ വിശ്വസിച്ചു വെക്കുകയും എന്നിട്ട് അതിന് തെളിവുണ്ടോ എന്ന് അന്വേഷിക്കുകയും അല്ല ചെയ്യേണ്ടത്. ഇസ്തദിൽ സുമ്മ അഅ്തഖിദ്. ആദ്യം നീ തെളിവുകൾ അന്വേഷിക്കുക, തെളിവുകൾ പഠിക്കുക, എന്നിട്ടാണ് നീ അതിന്റെ മുകളിലാണ് നീ വിശ്വാസങ്ങൾ പടുത്തുയർത്തേണ്ടത്. അതല്ലാതെ കണ്ടതും കേട്ടതും എല്ലാം വിശ്വസിക്കുകയും എന്നിട്ട് അതിന് തെളിവുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയല്ല ഒരു വ്യക്തി ചെയ്യേണ്ടത്. എന്നിട്ട് ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇതിനുള്ള തെളിവെന്താണ്? വഅന്നൽ മസാജിദ ലില്ലാഹ്. നിശ്ചയം പള്ളികൾ അത് അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അതിനാൽ അല്ലാഹുവിന് പുറമെ അല്ലാഹുവിനോടൊപ്പം നിങ്ങൾ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ആരെയും എന്ന് പറഞ്ഞാൽ അതിൽ പ്രവാചകന്മാർ പെട്ടു, അമ്പിയാക്കന്മാർ പെട്ടു, മലക്കുകൾ പെട്ടു, സാലിഹീങ്ങൾ, ജിന്നുകൾ എല്ലാം അള്ളാഹുവിന് പുറമെ ഒന്നിനെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല. അത് അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത കാര്യമാണ്. അള്ളാഹു എങ്ങനെയാണ് തൃപ്തിപ്പെടുക? ഇന്ന ശിർക ലദുൽമുൻ അളീം. ഏറ്റവും കടുത്ത പാപം അത് ശിർക്കാണ്. ആ ശിർക്ക് ഒരിക്കലും അള്ളാഹു തൃപ്തിപ്പെടുകയില്ല. സഹാബികൾ നബിയോട് ചോദിച്ചില്ലേ, അയ്യു ദംബി അഅ്ളം. അള്ളാഹുവിന്റെ പ്രവാചകരെ ഏറ്റവും ഗുരുതരമായ പാപം ഏതാണ്? അവിടുന്ന് പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചതെന്നിരിക്കെ നീ അള്ളാഹുവിന്റെ സമന്മാരെ നിശ്ചയിക്കലാണ് ഏറ്റവും വലിയ പാപം. അഥവാ ശിർക്കാണ് ഏറ്റവും വലിയ പാപമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവോട് ഏറ്റവും അടുത്ത മലക്കുകൾ, പ്രവാചകന്മാർ, ഇവരൊന്നും ഇബാദത്തിന് അർഹരല്ല. അവർക്ക് ഇബാദത്തുകൾ സമർപ്പിച്ചാൽ പോലും അത് ഏറ്റവും കടുത്ത പാപമായ ശിർക്കാണ്. പിന്നെ എങ്ങനെയാണ് അവർക്ക് താഴെയുള്ള സ്വാലിഹീങ്ങളെയും ശുഹദാക്കളെയും മൗലിയാക്കന്മാരെയും എല്ലാം അവരുടെ മുമ്പിൽ നാം പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യുക? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അൽ മഖ്ലൂഖ് വഇൻ അലത് റുത്ബതുഹു ഫഇന്നഹു ലാ യസ്തഹിഖുൽ ഇബാദ. അല്ലാഹുവിന്റെ സൃഷ്ടികൾ അവർ എത്ര തന്നെ പദവിയുള്ളവരാണെങ്കിലും എത്ര തന്നെ മഹത്വമുള്ളവരാണെങ്കിലും അവർ ഇബാദത്ത് സമർപ്പിക്കപ്പെടാൻ അർഹരല്ല. മലക്കുകളോ പ്രവാചകന്മാരോ അമ്പിയാക്കന്മാരോ സ്വാലിഹീങ്ങളോ ഒന്നും ഇബാദത്ത് അർഹരല്ല. അത് അവർ എത്ര തന്നെ ഉയർന്ന പദവിയുള്ളവരാണെങ്കിലും. ഇബാദത്തിന്റെ ഇനങ്ങൾ ധാരാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന അത് തന്നെയാകുന്നു ആരാധന. അഥവാ നമ്മുടെ ഇബാദത്തിൽ ഏറ്റവും പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദുആ എന്നുള്ളത്. ഏതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഹജ്ജ് അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയിൽ സമ്മേളിക്കലാണ്. അഥവാ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അറഫയിൽ സമ്മേളിക്കുക എന്നുള്ളത്. അതുപോലെ നമ്മുടെ ഇബാദത്തുകളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമാണ് ദുആ എന്നുള്ളത്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സഹായതേട്ടം, നമ്മുടെ പാപമോചനങ്ങൾ തേടാൻ ഇസ്തിഗ്ഫാർ, ഇതെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമായിരിക്കണം. ഇബാദത്തിന്റെ വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ ഇതൊന്നും മറ്റൊരാളുടെ മുമ്പിൽ നാം സമർപ്പിക്കാൻ പാടില്ല. ഇനി എപ്പോഴാണ് ഒരു ദുആ ശിർക്കാവുക? ഒരു പ്രാർത്ഥന എപ്പോഴാണ് ശിർക്കാവുക? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, 3 സന്ദർഭത്തിലുള്ള തേട്ടങ്ങൾ ദുആ അത് ശിർക്കാണ്. ഒന്നാമത്തേത്
സുആലുൽ മയ്യിതി മുത്ലഖൻ, മരണപ്പെട്ടു പോയ ആളുകളോടുള്ള പ്രാർത്ഥന അത് നിരുപാധികമായി ശിർക്കാണ്. അത് അവരുടെ ഖബറിന്റെ അടുത്ത് പോയിട്ടാണെങ്കിലും വിദൂരത്തിൽ നിന്നാണെങ്കിലും എല്ലാം ശിർക്ക് തന്നെയാണ്. അള്ളാഹു എന്താണ് പറഞ്ഞത്? ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. അതുപോലെ മുശ്രിക്കുകളായ ആളുകൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധ്യന്മാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞു അംവാതുൻ ഗൈറു അഹ്യാ, അവർ മരണപ്പെട്ടവരാണ്, ജീവനില്ലാത്തവരാണ്. അപ്പോൾ മരണപ്പെട്ടവരോടുള്ള പ്രാർത്ഥന അത് നിരുപാധികം ശിർക്കാണ്. അത് അവരുടെ ഖബറിന്റെ അടുത്ത് പോയിട്ടാണെങ്കിലും അതല്ല വിദൂരത്ത് വെച്ചാണെങ്കിലും ശിർക്ക് തന്നെയാണ്. മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ മാലയും മൗലിദും എന്ന രൂപത്തിൽ ധാരാളം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നബിയോട് പാപമോചനം തേടുന്നവർ, നബിയോട് ശഫാഅത്ത് തേടുന്നവർ, അങ്ങനെ എത്രയോ ശിർക്കിന്റെ അപകടകരമായ വരികൾ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. രണ്ടാമത്തേത് ദുആഉൽ ഹയ്യിൽ ഗായിബ്, ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് പക്ഷേ അവൻ ഇവിടെ മുൻപിലില്ലാത്ത ഗായിബായ ഒരു വ്യക്തിയോട് നാം സഹായം ചോദിക്കുക, പ്രാർത്ഥിക്കുക. അവരോട് പ്രാർത്ഥിക്കുന്നത് അതും ശിർക്ക് തന്നെയാണ്. ഉദാഹരണമായി അങ്ങകലെയുള്ള ഒരു വ്യക്തിയോട് ഞാൻ സഹായം ചോദിക്കുകയാണ്, ആ വ്യക്തി എന്റെ മുൻപിലില്ല, എന്റെ സന്നിധിയിലില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് നാം ചോദിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അത് ശിർക്കാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. എന്നാൽ ഇന്നുള്ള കാലങ്ങളിൽ നമുക്ക് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് മാധ്യമങ്ങൾ വഴി അകലെയുള്ള ഒരു വ്യക്തിയുമായി സംവദിക്കാൻ കഴിയുമെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് ഒഴിവാകുന്നതാണ്. മൂന്നാമത്തേത് അയ്യദ്ഉവ ഹയ്യൻ ഹാദിറൻ ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, നമ്മുടെ മുൻപിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയോട് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ചോദിക്കുക, അതും ശിർക്ക് തന്നെയാണ്. എന്റെ മുൻപിലുള്ള ഒരു വ്യക്തിയാണ്, ജീവിച്ചിരിക്കുന്നവനാണ്, അവനോട് നാം ചോദിക്കുകയാണ്. ഉദാഹരണമായി ഖബറിന്റെ അടുക്കൽ പോയി, അതല്ലെങ്കിൽ വല്ല അൻബിയാക്കന്മാരും ഔലിയാക്കന്മാരാണെന്ന് പറയപ്പെടുന്ന ബീവിമാരുടെയും തങ്ങൾമാരുടെയും അടുക്കൽ പോയി ഞങ്ങൾക്ക് സന്താനത്തെ നൽകണമേ, ഞങ്ങൾക്ക് മഴവർഷിപ്പിച്ച് നൽകണമേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകൾ, ഇതെല്ലാം ശിർക്കാണ്. കാരണം സന്താനത്തെ നൽകുക, മഴ വർഷിപ്പിക്കുക, ഇതെല്ലാം അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ്. അത് ജീവിച്ചിരിക്കുന്ന മുൻപിലുള്ള വ്യക്തിയോടാണെങ്കിലും ആ പ്രാർത്ഥന, ആ തേട്ടം അത് ശിർക്കാണ്. ഈ മൂന്ന് സന്ദർഭത്തിലുള്ള ദുആഉം ശിർക്കാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. എന്നാൽ നമ്മുടെ മുൻപിലുള്ള ഒരു വ്യക്തി അവൻ ഹയ്യാണ്, ആ വ്യക്തിക്ക് നാം ചോദിക്കുന്ന കാര്യങ്ങൾ അവന് ചെയ്യാൻ കഴിയും, അവന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ് നാം ചോദിക്കുന്നതെങ്കിൽ അത് ശിർക്കിന്റെ പരിധിയിൽ വരികയില്ല. ഉദാഹരണമായി നാം നമ്മുടെ ഭാര്യയോട് പറയുകയാണ് എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി നൽകൂ, അതല്ലെങ്കിൽ ഡോക്ടറുടെ അടുക്കിലേക്ക് പോയി നാം ഡോക്ടറോട് മരുന്ന് നൽകാൻ ആവശ്യപ്പെടുകയാണ്. ഇതെല്ലാം അവരുടെ കഴിവിൽപ്പെട്ട കാര്യം നാം അവരോട് ചോദിക്കുകയാണ്. നമ്മുടെ മുൻപിലുള്ള കഴിവുള്ള വ്യക്തിയോടാണ് നാം ചോദിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊന്നും ശിർക്കിന്റെ പരിധിയിൽ പെടുകയില്ല. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അവർ ഇത് രണ്ടും കൂട്ടിക്കുഴക്കാറുണ്ട്. അള്ളാഹു അല്ലാത്തവരോടുള്ള തേട്ടം, മരിച്ചുപോയവരോടുള്ള തേട്ടം, വഹീദ്ദീൻ ശൈഖെ ബദരീങ്ങളെ എന്നെല്ലാം വിളിക്കുന്നത് ശിർക്കാണ്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ, അള്ളാഹുവിനോട് മാത്രമേ സഹായങ്ങൾ ചോദിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ അവർ നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഡോക്ടർ അടുക്കിലേക്ക് പോകാറില്ലേ, നിങ്ങൾ ഭാര്യയോട് ചായ ചോദിക്കാറില്ലേ എന്നുള്ള ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവർ ജനങ്ങളെ തെൽബീസാക്കുന്നതിനു വേണ്ടി, ആശയക്കുഴപ്പത്തിലാക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കാരണം നമ്മുടെ മുൻപിലുള്ള കഴിവുള്ള ഒരു വ്യക്തിയോട് ചോദിക്കൽ അത് ശിർക്കല്ല എന്നത് ഏതൊരു വ്യക്തിക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന കാര്യമാണ്. ഇനി എന്തുകൊണ്ടായിരിക്കും ശിർക്ക് അള്ളാഹുവിന്റെ പക്കൽ ഇത്രയും കഠിനമായ, ഏറ്റവും വലിയ പാപമാകാനുള്ള കാരണം? 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പണ്ഡിതന്മാർ പറയുന്നത്. ശിർക്ക് ഏറ്റവും വലിയ പാപമാണ്. ആ ശിർക്കിനുള്ള ശിക്ഷകളും ഏറ്റവും കഠിനമായ, ഏറ്റവും ഗുരുതരമായ ശിക്ഷകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത്, ഒരു വ്യക്തി അവൻ ശിർക്കിലായിക്കൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു നൽകുകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുക എന്നത് അല്ലാഹു ഒരിക്കലും പുറത്തു നൽകുകയില്ല. വിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്തുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അല്ലയോ എന്റെ അടിമകളെ, സ്വന്തത്തോട് ധാരാളം തെറ്റുകൾ ചെയ്തു പോയ അടിമകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ തെറ്റുകളും നിങ്ങൾക്ക് പുറത്തു നൽകും. പക്ഷെ മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു
അള്ളാഹു ശിർക്ക് പുറത്തു തരികയില്ല. എങ്ങനെയാണ് ഈ രണ്ട് ആയത്തുകളും നമ്മൾ യോജിപ്പിക്കുക? ഒരിക്കലും വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടാവുകയില്ല. മറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുമെന്ന് പറഞ്ഞാൽ ഏത് പാപത്തിൽ നിന്നും തൗബ ചെയ്താൽ അള്ളാഹു അത് പുറത്തു കൊടുക്കും. അതാണ് അതിന്റെ ഉദ്ദേശം. എന്നാൽ തൗബ ചെയ്യാതെ മരണപ്പെട്ടാലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് പുറത്തു കൊടുക്കുകയില്ല. എന്നാൽ ശിർക്കല്ലാത്ത മറ്റു പാപങ്ങൾ, അവൻ തൗഹീദുള്ള വ്യക്തികൾക്ക് മറ്റു പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുന്നതാണ്. അതാണ് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് പറഞ്ഞ പാപമാണ് ശിർക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ശിർക്ക് ചെയ്ത ആളുകൾ അവർ നരകത്തിൽ ശാശ്വതരായിരിക്കും. അവർക്ക് സ്വർഗം അള്ളാഹു അവരുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ, അവരുടെ സങ്കേതം അത് നരകമാണ്. വമാ ലിസ്സാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് സഹായിയായി അവിടെ ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഒരാൾ ശിർക്ക് സംഭവിച്ചു, അവൻ ആ ശിർക്കിൽ നിന്ന് തൗബ ചെയ്യാതെ മരണപ്പെടുകയാണെങ്കിൽ ആ ശിർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അവൻ നരകത്തിൽ ശാശ്വതനായിരിക്കും. ഒരിക്കലും ആ നരകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കാലം സ്വർഗത്തിൽ കടക്കാമെന്ന് അവന് വ്യാമോഹിക്കേണ്ടതില്ല. ഇത്തരത്തിലുള്ള ആളുകളാണ് ഉലൈക ഹും ശർറുൽ ബരിയ്യ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവരാരാണ്? ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികളായ ആളുകൾ, അവർ ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ, അവർ നരകത്തിൽ ശാശ്വതരായിരിക്കും. ഉലൈക ഹും ശർറുൽ ബരിയ്യ. അപ്പോൾ ഇതാണ് ശിർക്കിന്റെ അതിന്റെ രണ്ടാമത്തെ അപകടം. അതാണ് മൂന്നാമത്തേത്, യുഹ്ബിതു ജമീഅൽ അഅമാൽ, നാം ചെയ്ത എല്ലാ അമലുകളെയും അത് ബാത്തിലാക്കി കളയുന്നതാണ്. നാം മുമ്പ് ഈ കാര്യം സൂചിപ്പിച്ചതാണ്. ശിർക്ക് ഒരാളിൽ സംഭവിച്ചാൽ ആ ശിർക്ക് സംഭവിച്ച വ്യക്തി അതിൽ നിന്നും തൗബ ചെയ്യാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ അവന്റെ അമലുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തകർച്ചു കളയുന്നതാണ്, അത് നിശ്ചലമാക്കി കളയുന്നതാണ്. അതുകൊണ്ട് തൗഹീദിൽ ഉറച്ചു നിൽക്കുകയും ശിർക്കിന്റെ അപകടത്തെ നാം മനസ്സിലാക്കുകയും ചെയ്യുക. നാം ആദ്യം സൂചിപ്പിച്ചത് തൗഹീദുർ റുബൂബിയ്യയായിരുന്നു, രണ്ടാമത് സൂചിപ്പിച്ചത് തൗഹീദുൽ ഉലൂഹിയ്യ. ഈ രണ്ട് കാര്യങ്ങളാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇവിടെ സൂചിപ്പിച്ചത്. ഇനി മൂന്നാമതായി മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ഉണർത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങൾ അമലാക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.